ഹലോ, നമുക്കൊന്ന് ബാംഗ്ലൂർ വരെ പോയി വന്നാലോ? ബസ്സിൽ പോവാം. ഇപ്പം സമയം 5:08. അപ്പോൾ ഏകദേശം ഈ ഒരു ടൈമിലാണ് പമ്പുവലിലേക്ക് ബസ് വരിക. 4:20 തീരുമാനമാണ്. പെട്ടെന്നൊരു ടിക്കറ്റ് ബാക്ക് സീറ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കയറി. അപ്പോൾ നമ്മളൊന്ന് ബാംഗ്ലൂർ പോയി വരാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയോ ഡ്രസ്സും കുറച്ച് ഫ്രൂട്ട്സും വെള്ളമൊക്കെ എടുത്തു. പിന്നെ പ്ലാൻ അല്ലാത്തതുകൊണ്ട് ഞാനൊന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല. പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ പ്ലഗ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പുറത്തേക്ക് നോക്കിയിരിക്കുക എന്ന് വെച്ചാൽ നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, അല്ലെങ്കിൽ ഞാനൊരു പടമൊക്കെ കണ്ടിരിക്കലാണ്. അപ്പം ഒന്ന് ഉറങ്ങി ഒന്ന് സെറ്റായി എണീക്കുമ്പോഴേക്ക് നമ്മൾ സ്ഥലത്തെത്തും. അതാണ് ഇതിൻ്റെ ഗുണം. 12-12:30 ആകുമ്പോഴേക്കും അങ്ങനെ നമ്മൾ പോകുന്നുണ്ട്. ഒരു 6:30 ആകുമ്പോൾ ഒരു വാഷ്റൂമിൽ സ്റ്റോപ്പ് ചെയ്യും അവരെന്തായാലും. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സമയം ഇരുന്നു. പിന്നെ ഒരു ടൈം ആകുമ്പോൾ അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. നിങ്ങൾ തന്നെ ഉറങ്ങിക്കോ എന്നുള്ളൊരു സൂചനയായിരിക്കും അത്. അങ്ങനെ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് റൂമിലൊക്കെ പോയി ഒന്ന് സെറ്റായി. പിന്നെ ഇവർ വെള്ളം തരുന്നുണ്ട്, പക്ഷേ വെള്ളമൊക്കെ ഇതേ ഫ്ലോറിലാണ്, എല്ലാം ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഒരു ഓൾമോസ്റ്റ് 10 ഒക്കെ ആകുമ്പോൾ ഹസനിൽ നിർത്തും. ഒരു സുർച്ചി വെജും ഉണ്ട് നോൺ വെജും ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഫുഡ്. പക്ഷെ ഞാൻ ഇന്ന് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു, എനിക്ക് ഒന്നും വേണ്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ പോയി. ഇനി ഒരു 2-2.5 hours നമ്മൾ സ്ഥലത്തെത്തും. അപ്പം ജസ്റ്റ് ഒന്ന് അലാറം വെച്ച് കിടക്കേണ്ടി വരും, കാരണം ഇനി ഉറങ്ങിപ്പോയാൽ ബുദ്ധിയല്ല, ഞാൻ ചെന്നൈയിലെത്തും. അപ്പം ഈ ഒരു ടൈമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീക്കും. അങ്ങനെ ഏകദേശം എത്താറായി. അപ്പം ഞാൻ എണീച്ചു. അങ്ങനെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ അവർ കൂവാൻ തുടങ്ങും, ലൈക്ക് ഓരോ സ്റ്റോപ്പും പറഞ്ഞിട്ട്. അങ്ങനെ എണീച്ചു. അപ്പം ഇനിയിപ്പം ബാക്കിൽ നിന്ന് മുന്നിലേക്ക് നടന്നു പോകണം. ഇതിലധികം ഫാമിലി അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് കയറേണ്ട അങ്ങനത്തെ എല്ലാ ആൾക്കാരാണ്. അപ്പം ഞാൻ ഏകദേശം ഒരു 1:30 ആകുമ്പോൾ ഞാനിത് എത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് വൈകി, ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. യെസ്, അങ്ങനെ നമ്മൾ പോവാണ്. വിധാനസൗധയൊക്കെ കണ്ടു പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇതെപ്പോഴും രാത്രി ലൈറ്റിങ്സിൽ കാണാൻ അടിപൊളിയാണ്. പിന്നെ ആ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല, പിന്നെ സമയം 2 മണിയൊക്കെ ആവാറായി. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു സൈലൻസും ഉണ്ട്. അപ്പം നമുക്ക് നടക്കണം. 12:20. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എന്ത് കഴിക്കുന്നില്ല ചർച്ചയിലാണ് എല്ലാവരും. ബ്രഞ്ചിന് എന്താണ്. അപ്പോൾ ഓൾറെഡി ഇഡ്ഡലിയും സാമ്പാറും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉടുപ്പി പാർക്ക് കഫേയിൽ നിന്ന് നല്ല മസാല ദോശയും എനിക്ക് വട കഴിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വടയും എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ 2 ഇഡ്ഡലിയും കൂടി പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഇഡ്ഡലിയും വാങ്ങിച്ച ഇഡ്ഡലിയും ഇവിടുത്തെ സാമ്പാറും വാങ്ങിച്ച സാമ്പാറും എല്ലാം കൂടി ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മസാല ദോശ എനിക്ക് വേണ്ട. എൻ്റെ മെയിൻ സാധനം ഇഡ്ഡലി, സാമ്പാർ, ചട്നി, വട. അപ്പം നല്ലൊരു വടയും, നല്ല മുരിഞ്ഞ വടയായിരുന്നു. പിന്നെ വാങ്ങിച്ച ഇഡ്ഡലി അതൊരു ഭയങ്കര സോഫ്റ്റായിരിക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലി അതും അത്യാവശ്യം നല്ലതായിരുന്നു. ആൻഡ് സാമ്പാറും ചട്നി. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്നിച്ചങ്ങ് കുഴച്ച് കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പം എന്തായാലും എനിക്കൊരു പടം കാണണം. അപ്പം വിചാരിച്ചു നമുക്ക് അങ്ങനെ 2020 ഒക്കെ വെച്ച് ഇത് എത്ര കണ്ടാലും മടുക്കാത്തൊരു പടമാണ്. അങ്ങനെ ആ പടം കണ്ടു തുടങ്ങി. നമ്മൾ അങ്ങനെ ഇരുന്നു, ഓരോന്നൊക്കെ പറഞ്ഞു.